നമസ്കാരം. ഇന്നത്തെ സിനിമാ വാർത്തകളിലേക്ക്. വിനോദിന്റെ സംവിധാനത്തിൽ തളപതി വിജയ് നായകനാകുന്ന 69ാം ചിത്രം ജനനായകൻ ജാനുവരി 9 പൊങ്കൽ സ്പെഷ്യലായി വേൾഡ് വൈഡ് ആയിട്ട് തിയേറ്റേഴ്സിൽ റിലീസ് ചെയ്യാൻ പോവുകയാണ്. ജനനായകൻ ചിത്രത്തിന്റെ പ്രൊമോഷൻ പരിപാടികൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ജനനായകൻ ചിത്രത്തിന്റെ ബ്രഹ്മാണ്ഡമായ ഓഡിയോ ലോഞ്ച് ഫംഗ്ഷൻ കഴിഞ്ഞ ദിവസം മലേഷ്യ കോലാലംപൂരിൽ വെച്ച് വിജയകരമായി നടന്നിരുന്നു. ജനനായകൻ ചിത്രത്തിന്റെ ആദ്യ ഷോ കേരളത്തിൽ രാവിലെ 6 മണിക്ക് തുടങ്ങുമെന്നാണ് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള അപ്ഡേറ്റ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ആരാധകർക്കായി സിനിമ ഉപേക്ഷിക്കുന്നുവെന്ന് പ്രഖ്യാപിച്ച് തമിഴ് സൂപ്പർ താരവും TVK അധ്യക്ഷനുമായ വിജയ് മലേഷ്യയിലെ കോലാലംപൂരിൽ തന്റെ പൊങ്കൽ റിലീസായി എത്തുന്ന ജനനായകൻ സിനിമയുടെ ഓഡിയോ ലോഞ്ചിൽ വെച്ചായിരുന്നു വിജയുടെ ഈ പ്രഖ്യാപനം. എനിക്കായി എല്ലാം വിട്ടു നൽകിയ ആരാധകർക്ക് ഞാൻ എൻ്റെ സിനിമയെ വിട്ടു നൽകുന്നു എന്നും ജനനായകൻ തന്റെ അവസാന സിനിമയായിരിക്കുമെന്നും ചടങ്ങിൽ വിജയ് പറഞ്ഞു. 85,000-ഓളം വരുന്ന ആരാധകർ ഒത്തുകൂടിയ സ്റ്റേഡിയം വൈകാരിക നിമിഷങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചത്. കത്തി ചിത്രത്തിലെ യാർ പെട്ര മകനോ പാട്ട് ആരാധകർ പാടുന്നത് കേട്ട് താൻ കരയില്ലെന്ന് വിജയ് സ്റ്റേജിൽ പറഞ്ഞു. വിജയുടെ രാഷ്ട്രീയ പാർട്ടിയായ തമിഴക വെട്രി കഴകത്തിന്റെ പേര് ആവേശത്തോടെ ആരാധകർ വിളിച്ചു പറഞ്ഞു. എന്നാൽ മലേഷ്യൻ അധികൃതർ പരിപാടിയിൽ രാഷ്ട്രീയ പ്രസംഗങ്ങൾക്കും മുദ്രാവാക്യങ്ങൾക്കും കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയതിനാൽ ആരാധകർ മുദ്രാവാക്യം വിളിച്ചപ്പോൾ വിജയ് പുഞ്ചിരിയോടെ തലയാട്ടുകയും അത് നിർത്താൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. വിജയുടെ അമ്മയും ഗായികയുമായ ശോഭ ചന്ദ്രശേഖർ ഗായകൻ ടിപ്പോനൊപ്പം കോടമ്പാക്കം ഏരിയ എന്ന ഹിറ്റ് ഗാനം പാടിക്കൊണ്ട് വേദിയിലെത്തിയത് ആരാധകർക്കൊപ്പം വിജയ്ക്കും വളരെ സർപ്രൈസ് ആയിരുന്നു. പൂജ ഹെഗ്ഡെ, പ്രിയാമണി, മമിത ബൈജു, ഗൗതം വാസുദേവ് മേനോൻ, പ്രകാശ് രാജ്, നരേൻ ജനനായകൻ ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തുന്നു. ചിത്രത്തിന്റെ ആദ്യ പ്രദർശനം കേരളത്തിൽ രാവിലെ 6 മണിക്ക് തുടങ്ങും. KVN പ്രൊഡക്ഷൻസ് വെങ്കട്ട് K നാരായണയാണ് ജനനായകൻ ബ്രഹ്മാണ്ഡ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഇനി ജനനായകൻ എത്താൻ വെറും 10 ദിവസങ്ങൾ മാത്രമാണുള്ളത്. അനിരുദ്ധ് രവിചന്ദ്രാണ് ചിത്രത്തിന്റെ സംഗീത സംവിധായകൻ.